ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബ്രെഡും ജാമുമാണ്. ജാമിൽ നിന്ന് ഞാൻ സ്ട്രോബെറി ജാമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച കേട്ടോ. കുട്ടികളുടെ ചോറ് നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഉണക്ക ചെമ്മീൻ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് സവോള ജസ്റ്റ് ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാവേ. നമ്മൾ സവോള ഇടുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ സോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് പെട്ടെന്ന് സോട്ടായിട്ട് കിട്ടും കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെയാണ്, ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഉണക്ക ചെമ്മീനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന കാര്യമാണല്ലോ. ജസ്റ്റ് സവോളയൊക്കെ സോട്ട് ചെയ്ത് ജസ്റ്റ് ചെറിയ ചെറിയ മസാല ഐറ്റംസൊക്കെ ഇട്ടിട്ട് നമ്മൾ ചൂടാക്കിയ അതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്നിപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കുക്കിംഗ് ഏറ്റെടുത്ത് പോയി. എൻ്റെ വൈഫിന് ഇന്നലെ രാത്രി മുതൽ നല്ല പനിയുണ്ടായിരുന്നു. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ പനി അവിടുത്തെ പീരിയഡ്സ് ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ മൂഡ് സ്വിങ്സ് ആവണ്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ തന്നെ കളത്തിലോട്ട് ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി സ്വിങ് ആക്കാതിരുന്നാൽ മതി. ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ചെറുതായിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. ഉണക്കച്ചെമ്മീൻ ആരാണ് മല്ലിപ്പൊടി ഇടുന്നത്? ഉണക്കച്ചെമ്മീൻ മല്ലിപ്പൊടി ഇടാൻ പാടില്ലായിരുന്നോ ഗൈസ്? എനിക്കറിയാൻ പാടില്ല, ഒന്ന് കയ്യിൽ നിന്ന് ഒരബദ്ധം പറ്റിയല്ലോ. വോയിസ് ഓവർ ചെയ്തപ്പോൾ അറിയാതെ അവൾ കേൾക്കുകയും ചെയ്തല്ലോ. ആ വിട്ടുകളാ ഗൈസ്, എന്തായാലും ചെമ്മീൻ റെഡിയായി. നമുക്ക് പാത്രമൊക്കെ കഴുകി, ഒരു പാത്രം ഉള്ളതുകൊണ്ടേ ആ പാത്രം തന്നെ കഴുകിയെടുക്കണം. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മോര് കറിയാണ് ഗൈസ്. സിമ്പിളായിട്ടുള്ള മോര് കറി. പിന്നെ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഞാൻ പിന്നെ തൈര് അടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ, ചൂടാകുന്ന സമയം കൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് സവോളയും ഇട്ട് നമുക്ക് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ അങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ജസ്റ്റ് സോട്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മോരെടുത്ത് ഒഴിക്കാം കേട്ടോ. ഈ അടിച്ച് വെച്ചിരിക്കുന്ന മോരെ ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് ഞാൻ ചൂടാക്കുന്നുണ്ട്. ചെറുതായിട്ടും ചൂടാക്കി നമുക്ക് ഓഫ് ചെയ്ത് വിടാം. അങ്ങനെ നമ്മൾ കുക്കർ വെച്ചേക്കാൻ ചോറും റെഡിയായി. പിന്നെ ഇത് ഊറ്റാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ.